അപ്പോൾ മന്ത്രി ജയിലിനകത്ത് പുക വലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ട് കടത്തിയതാണ്. പൊടിസുനിക്കൊക്കെ കിട്ടുന്ന ആനുകൂല്യത്തെ പറ്റി നമുക്കറിയാം. പൊടിസുനിക്ക് മൊബൈൽ കിട്ടുന്നു, അവർക്ക് വലിക്കാനുള്ള പുകകൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട്. അതേ ആനുകൂല്യം CPM-ന്റെ നേതാവായിരുന്ന ശ്രീ സജി ചെറിയാനും കിട്ടിയിട്ടുണ്ടോ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. സഭയിൽ തന്നെ ഒരു മന്ത്രി ഇങ്ങനെ പുകയൊക്കെ വലിച്ചോട്ടെ കമ്പനി കൂടുമ്പോൾ എന്ന് പറയുന്ന സാഹചര്യത്തെപ്പറ്റി മന്ത്രി പ്രതികരണമില്ല എന്നല്ല, അതിനകത്തുള്ള പ്രതികരണം കൂടി ഇതൊരു ലൈസൻസ് ആണോ എന്ന് അല്ല, അതിപ്പോൾ അറിഞ്ഞല്ലോ, അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഒന്നുകൂടി പ്രതികരണം എടുക്കണം. ഇങ്ങനെ പറയുന്നുണ്ട്, അത് മന്ത്രിസഭയിലെ സാംസ്കാരിക വകുപ്പിലുള്ള ആളുകൾക്ക് അത്. നമസ്കാരം. ഞാൻ കുറച്ച് നാളുകൾ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ജയിലിൻ്റെ അനുവദിക്കപ്പെട്ടിരുന്ന സൗകര്യങ്ങളല്ലാതെ മറ്റൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. എനിക്കവിടെ മദ്യമോ മൊബൈൽ ഫോണോ സിഗരറ്റോ അല്ലെങ്കിൽ മറ്റ് പുകവലിക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതെൻ്റെ വാക്കുകളല്ല. യൂത്ത് കോൺഗ്രസ് നേതാവും പാലക്കാടിൻ്റെ പുതിയ MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്കുകളാണ്. മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ്, അവരുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ പ്രതികരിച്ചത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ജയിലിൽ കഴിഞ്ഞ അവസരത്തിൽ അദ്ദേഹത്തിന് അവിടെ പുകവലിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു എന്ന് മന്ത്രിയുടെ ഒരു പ്രസ്താവന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ പ്രതികരിച്ചത്. സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം അത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പുകവലിക്കാനുള്ള സാധന സാമഗ്രികൾ അറിയാതെ കടത്തിക്കൊണ്ടുപോയതാണ്, നിയമവിരുദ്ധമായി തന്നെ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ ജയിലിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന് പുകവലിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുമ്പോൾ ഇവിടെയുള്ള നിയമവാഴ്ചയ്ക്ക് നേരെ അദ്ദേഹം വെല്ലുവിളിക്കുന്ന തരത്തിലാണ് അത്തരം ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. മാത്രമല്ല, MLA U പ്രതിഭയുടെ മകൻ കഞ്ചാവ് വലിച്ചു എന്ന കേസിൽ ഒരു കേസെടുക്കുകയും ആ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റുകയും ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. MLA-യുടെ മകൻ പുക വലിച്ചിട്ടില്ല. ഇനി അഥവാ പുക വലിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആളുകൾ കമ്പനി കൂടുമ്പോൾ പുകവലിക്കുന്ന സാമഗ്രികൾ പങ്കുവയ്ക്കലുമെല്ലാം സാധാരണയല്ലേ എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് എന്നുകൂടി മാധ്യമപ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അങ്ങനെ മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും സജി ചെറിയാൻ്റെ ഈ അഭിപ്രായത്തിൽ അവരുടെ അഭിപ്രായം പങ്കുവയ്ക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഏതെങ്കിലും ചെറുപ്പക്കാർ ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ ഒത്തുകൂടുകയും പുകവലിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തേണ്ട ഉത്തരവാദിത്വമുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം തന്നെ ഇത്തരത്തിൽ സാംസ്കാരിക ച്യുതി ഉണ്ടാക്കുന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എക്സൈസ് വകുപ്പ് മന്ത്രി മറുപടി പറയട്ടെ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഫലത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയെയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയെയും പൂട്ടുന്ന തരത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരോട് തുറന്നടിച്ചത്. പാലക്കാട് MLA-യുടെ പുതിയ ഓഫീസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവയ്ക്കുകയുണ്ടായി. കക്ഷി രാഷ്ട്രീയ ഭേദത്തിന് അതീതമായി പാലക്കാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ വേണ്ടി എല്ലാവർക്കും MLA-യുടെ ഓഫീസിലേക്ക് വരാവുന്നതാണ്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഈ ഓഫീസ് ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരത്തിൽ തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ മാധ്യമപ്രവർത്തകരോടും രാഹുൽ മാങ്കൂട്ടത്തിൽ ചില കാര്യങ്ങൾ തുറന്നു പറയുകയുണ്ടായി. നിങ്ങൾ നാളിതുവരെ തന്ന സഹകരണത്തിന് വളരെ നന്ദിയും കടപ്പാടുമുണ്ട്. എന്നാൽ ഇനിയും അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലുപരിയായി തന്നെ നിങ്ങളുടെ സഹകരണം ഉണ്ടായിരിക്കണം എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെ വാക്കുകളെ വിമർശിച്ചുകൊണ്ട് സജി ചെറിയാൻ ജയിലിൽ പുകവലിച്ചു എന്ന് പറയുമ്പോൾ അത് നിയമരാഹിത്യം തന്നെയാണ്. അവിടെ പുകവലിക്കാനുള്ള സാധന സാമഗ്രികൾ നിയമവിരുദ്ധമായി തന്നെയാണ് സജി ചെറിയാൻ കടത്തിക്കൊണ്ടു പോയിരിക്കാൻ സാധ്യത. ഇതിന് എക്സൈസ് വകുപ്പ് മന്ത്രി മറുപടി പറയണം എന്നെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പഴയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അപ്പം പുതിയ ഓഫീസിലേക്ക് ഇന്നു മുതൽ മാറുകയാണ്. അപ്പോൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ പിന്തുണയും ഇനിയുള്ള കാലവും അതേപടി അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് ഉണ്ടാകണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. ആളുകൾക്ക് വരാനൊക്കെ വളരെ സൗകര്യപ്രദമായിട്ടാണ് ഓഫീസ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓഫീസ് എടുക്കുമ്പോൾ തന്നെ തീരുമാനിച്ചത് ഒരുപാട് ദൂരമാകാൻ പാടില്ല. ഒരു സാധാരണക്കാരന് MLA ഓഫീസിൽ വന്നൊരു കാര്യം നടത്തണമെങ്കിൽ ഓട്ടോ കാശോ അല്ലെങ്കിൽ ഒരു ടാക്സി ചാർജോ മുടക്കേണ്ടി വരുന്നത്, ബസ് വന്നിറങ്ങി വരാൻ പറ്റുന്ന ദൂരത്തായിരിക്കണം എന്നുള്ളൊരു താല്പര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനൊരു സ്ഥലം എന്തായാലും ഭാഗ്യവശാൽ ഒത്തുകിട്ടി. അങ്ങനെ മണപ്പള്ളിക്കാവിനടുത്ത് ദുർഗാനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ നമ്മുടെ പുതിയ ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരുടെയും പിന്തുണ ഉണ്ടാകണം. കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പാലക്കാടിൻ്റെ പൊതുവായ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ഏത് സമയത്തും തുറന്ന് പ്രവർത്തിക്കുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഓഫീസായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇതോടൊപ്പം നിങ്ങൾ യുവജന സംഘടനകൾ എല്ലാ പ്രാവശ്യവും നടത്തുന്ന ക്യാമ്പയിൻ തുടങ്ങി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നതാണ്.
കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു മന്ത്രി പറയുന്നത് ആളുകൾ കമ്പനി കൂടുന്നതും പുകവലിക്കുന്നതും ഒക്കെ സ്വാഭാവികമാണ് എന്നാണ്. എൻ്റെ അറിവിൽ ഇത്തരത്തിലുള്ള ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലേക്കും കിടക്കുന്നില്ല. ഒന്ന്, സാധാരണഗതിയിലുള്ള പുകവലി പോലും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയേണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടൊരു മന്ത്രി അദ്ദേഹം ഏത് പശ്ചാത്തലത്തിലാണ് നിയമവിരുദ്ധമായ ഒരു പുകവലിയെ പിന്തുണയ്ക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെ കമ്പനി കൂടുമ്പോൾ ആളുകൾ സ്നേഹമേ പങ്കുവയ്ക്കാൻ പാടുള്ളൂ, സൗഹൃദം പങ്കുവയ്ക്കട്ടെ, രാഷ്ട്രീയം പങ്കുവയ്ക്കട്ടെ, പുക പങ്കുവെക്കണ്ട. അങ്ങനെ പുകയ്ക്കണം എന്ന് തോന്നുന്ന ചെറുപ്പക്കാർ നാടിനും അവർക്കും കുടുംബത്തിനുമൊക്കെ വിപത്ത് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അങ്ങനെ പറയുന്നതിൻ്റെ പശ്ചാത്തലം എനിക്കറിയില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു കേട്ടതാണ്, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. ഈ ജയിലിനകത്തും ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും ഇതൊക്കെ അല്ലേ അങ്ങനെ എന്തോ പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും ബീഡി വലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു 5-6 തവണ ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളാണ്. അത്തരത്തിലുള്ളൊരു സൗകര്യവും ഞാനങ്ങനെ പുകവലിക്കുന്ന ആളല്ല, അത്തരത്തിലുള്ള സൗകര്യം ആർക്കെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ മന്ത്രി ജയിലിനകത്ത് പുകവലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ട് കടത്തിയതാണ്. പൊടിസുനിക്കൊക്കെ കിട്ടുന്ന ആനുകൂല്യത്തെ പറ്റി നമുക്കറിയാം. പൊടിസുനിക്ക് മൊബൈൽ കിട്ടുന്നു, അവർക്ക് വലിക്കാനുള്ള പുകകൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട്. അതേ ആനുകൂല്യം CPM-ന്റെ നേതാവായിരുന്ന ശ്രീ സജി ചെറിയാനും കിട്ടിയിട്ടുണ്ടോ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കേണ്ടുന്ന ഒരു വകുപ്പിൻ്റെ മന്ത്രി കൂടിയാണ്. അപ്പോൾ ഈ വിഷയത്തിനകത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം കൂടി അറിയാൻ താല്പര്യമുണ്ട്. കാരണം അദ്ദേഹം ഒരു വശത്തുകൂടി ലഹരിവിരുദ്ധ ദിനാചരണത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും അദ്ദേഹം MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെട്ടതും ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം നമുക്കെന്നാണ്. ഞാനതിനോട് വളരെ പോസിറ്റീവായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിലും MLA എന്ന നിലയിലും പ്രതികരിച്ച ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ തന്നെ ഒരു മന്ത്രി ഇങ്ങനെ പുകയൊക്കെ വലിച്ചോട്ടെ കമ്പനി കൂടുമ്പോൾ എന്ന് പറയുന്ന സാഹചര്യത്തെപ്പറ്റി മന്ത്രി പ്രതികരണമില്ല എന്നല്ല, അതിനകത്തുള്ള പ്രതികരണം കൂടി ഇതൊരു ലൈസൻസ് ആണോ എന്ന് അല്ല, അതിപ്പോൾ അറിഞ്ഞല്ലോ, അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഒന്നുകൂടി പ്രതികരണം എടുക്കണം. ഇങ്ങനെ പറയുന്നുണ്ട്, അത് മന്ത്രിസഭയിലെ സാംസ്കാരിക വകുപ്പിലുള്ള ആളുകൾക്ക് ആ മാനദണ്ഡം ഇതിലെന്തെങ്കിലും ഇളവുണ്ടോ, പുക വലിക്കാമോ എന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ പറയുന്നുണ്ടായി.